വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. KT എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് മൊഡ്യൂൾ 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഒരു ഹെക്സാഗണൽ പ്രിസത്തിൻ്റെ ഐസോമെട്രിക് വ്യൂ വരച്ചു. അത് ആക്സിസ് വെർട്ടിക്കൽ ആയിട്ടുള്ളത്, നമ്മൾ പറയുന്ന ആക്സിസ് വെർട്ടിക്കലാണ്. ഈ വീഡിയോയിൽ ആക്സിസ് ഹൊറിസോണ്ടൽ ആയിട്ടുള്ളത്. ഇപ്രാവശ്യം നോക്കുകയാണെങ്കിൽ ഒരു ചേഞ്ച് ഐസോമെട്രിക് പ്രൊജക്ഷൻ ചെയ്യാം. ഓക്കെ, നേരത്തെ ഐസോമെട്രിക് വ്യൂവിൻ്റെ കേസിൽ പറഞ്ഞതും പ്രൊജക്ഷൻ്റെ കേസിൽ ആകെ ഡിഫറൻസ് ലെങ്തിൻ്റെ കേസിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് നമുക്ക് നോക്കാം എന്തായാലും വീഡിയോയിൽ. അപ്പോൾ ഐസോമെട്രിക് പ്രൊജക്ഷൻ തന്നെ വരയ്ക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ ദ ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് എ ഹെക്സാഗണൽ പ്രിസം, സൈഡ് ഓഫ് ബേസ് 30 mm ആൻഡ് ഹൈറ്റ് 70 mm when it lies on the ground with one of its rectangular faces touching the ground. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഹെക്സാഗണൽ പ്രിസം ആണ്. ബേസ് 30 mm, ഹൈറ്റ് തന്നിട്ടുണ്ട്. when it lies on the ground with one of its rectangular faces touching the ground. അങ്ങനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ എന്ന് പറയാം. അതായത് റെക്ടാങ്കുലർ ഫേസസ് ടച്ച് ചെയ്യുന്ന പറഞ്ഞ മീനിങ് എന്താണ്? ഇതാണൊരു ഹെക്സാഗണൽ പ്രിസം എന്ന് പറയുന്നത്. ഇതിൻ്റെ റെക്ടാങ്കുലർ ഫേസസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് റെക്ടാങ്കുലർ ഫേസസ്. ഈ ഒരു റെക്ടാങ്കുലർ ഫേസ് ടച്ച് ചെയ്യുന്ന പറഞ്ഞാൽ ഇത് നേരെ, ഇതാണ് ഗ്രൗണ്ട്, അപ്പോൾ ഇത് നേരെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യുന്നു. അതാണ് പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ, ഈ ആക്സിസ് ഹൊറിസോണ്ടലായി. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ എൻ്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ നോക്കാം. നമുക്കറിയാം ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ ഈ ബേസ് ആയിരിക്കും കാണാം. നിങ്ങൾ കാണുന്ന ടോപ്പ് വ്യൂ ആണ്. ടോപ്പ് വ്യൂ നോക്കുമ്പോൾ ഈ ഒരു റെക്ടാങ്കിൾ കാണും. ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷൻ നോക്കുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഈ ഡയറക്ഷൻ നോക്കുമ്പോഴത്തേക്കും ആ ഒരു ബേസ് എക്സ് വൈ ലൈനെ ടച്ച് ചെയ്ത് തന്നെ ബേസ് നിൽക്കും. ഓക്കെ, അപ്പോൾ നേരെ ഫസ്റ്റ് നമുക്ക് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് വൈ ലൈൻ വരച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഈ കേസിൽ ബേസ് കാണുന്ന ഫ്രണ്ട് വ്യൂവിലായിരിക്കും. അപ്പോൾ നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ ഹെക്സാഗൺ ആയിരിക്കും. ഹെക്സാഗണിൻ്റെ സൈഡ് തന്നിട്ടുണ്ട് 30 mm. ഓക്കെ, അപ്പോൾ 30 mm സൈഡുള്ളൊരു ഹെക്സാഗൺ വരച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ എക്സ് വൈ ലൈനെ ടച്ച് ചെയ്തായിരിക്കും ഹെക്സാഗൺ നിൽക്കുക. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂവിലായിരിക്കും ഹെക്സാഗൺ വരിക എന്നുള്ളത്. കാരണം ഇതാണ് പൊസിഷൻ. അതായത് HP ഇതാണ്. HP ലൈനാണ്. HP എങ്കിൽ ഇങ്ങനെയാണ് റെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം ഈ ഡയറക്ഷനാണെങ്കിൽ ഈ ഡയറക്ഷൻ നോക്കുന്നതിന് ഫ്രണ്ട് വ്യൂ. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേക്കും എക്സ് വൈ ലൈനെ ടച്ച് ചെയ്തുകൊണ്ട് അതിൻ്റെ ബേസിൻ്റെ ഷേപ്പ് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഹെക്സാഗൺ വരയ്ക്കാം. നേരത്തെ ഒക്കെ നമ്മൾ സർക്കിൾ വരച്ചിട്ടാണ് വരയ്ക്കുക. ഇവിടെ കുറച്ചുകൂടെ സിമ്പിൾ ഇതാന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് അല്ലാതെ വരച്ചത്. സർക്കിൾ വരയ്ക്കാതെ ആംഗിൾ എടുത്ത് വരയ്ക്കാമെന്ന് വിചാരിച്ച്. ഓക്കെ, ഹെക്സാഗണിൻ്റെ ആംഗിളൊക്കെ നമുക്കറിയാം 120 ഡിഗ്രിയാണ്. ഓക്കെ, ഇപ്പോൾ ഹെക്സാഗണിൻ്റെ ഫ്രണ്ട് വരച്ച് കംപ്ലീറ്റ് ചെയ്തു. നേരത്തെ ഡിഫറൻസ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ വരുന്ന ഒരു ഡിഫറൻസ് ശ്രദ്ധിക്കണം. ഇവിടെ ആക്സിസ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടലാണ്. ഓക്കെ, ഇപ്പോൾ ഫ്രണ്ട് വരച്ചു. ദെൻ നമുക്ക് ടോപ്പ് വ്യൂയിലേക്ക് പോകണം. ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിൾ ആയിരിക്കും, ഇൻവേർട്ടർ ആയിട്ടായിരിക്കും ഇരിക്കുക. നമുക്ക് എക്സ് വൈ ലൈൻ ടച്ച് ചെയ്ത് വേണം സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ താഴോട്ട് വരച്ച് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എക്സ് വൈ ലൈനിൽ കുറച്ച് ഗ്യാപ്പിൽ സ്റ്റാർട്ട് ചെയ്യാം. 70 mm ആണ്. ഇവിടുന്ന് ഡാർക്കായിട്ട് തന്നെ വരയ്ക്കാം. ഇവിടുന്ന് നേരെ താഴേക്ക് 70 mm മാർക്ക് ചെയ്യണം. 1 cm ഗ്യാപ്പ് എടുത്തിട്ടാണ് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ് ലൈൻ ടച്ച് ചെയ്ത് തന്നെ വരയ്ക്കാം, കുഴപ്പമില്ല. കുറച്ചുകൂടെ
കാണുമ്പോൾ ഒരു കുറച്ച് സ്പേസിലായിരിക്കും, കാരണം ഇവിടെ നമുക്ക് സ്പേസ് എടുക്കാമല്ലോ. ഓക്കെ, ആക്സിസ് കൂടെ റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെയിമിങ് കൂടെ ചെയ്യാം. വിസിബിൾ ആയിട്ടുള്ള നമുക്ക് ഈ BC ഓക്കെ. ഇത് നെയിമിങ് കൊടുത്ത് വെറുതെ കൺഫ്യൂഷൻ ആക്കേണ്ട ആവശ്യമില്ല ആക്ച്വലി. കാരണം ഞാൻ പറഞ്ഞ ഐസോമെട്രിക് ഡ്രോയിങ്ങിൽ നെയിമിങ്ങിൻ്റെ ആവശ്യമില്ല. പിന്നെ നെയിമിങ് വേണേൽ കൊടുക്കാം. നമുക്ക് ഇവിടെ ABCD കൊടുത്ത് ബാക്കിലെ ബേസിൽ PQRS കൊടുക്കാം. അപ്പോൾ ഈ ബേസിൽ തന്നെ ABCD എടുക്കാം. അത് നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ് നെയിമിങ് ഇവിടെ വരിക. ഓക്കെ, നെയിമിങ് മാൻഡേറ്ററി അല്ല, പിന്നെ വേണമെങ്കിൽ കൊടുക്കാം. എന്തായാലും നമ്മൾ നെയിം ചെയ്ത് വന്നുകൊണ്ട് നമുക്ക് നെയിം ചെയ്ത് പോവാം. ഇപ്പം ABCD നമ്മൾ ഇങ്ങനെയാണ് എടുത്ത് നമ്മൾ PQRS ബ്രാക്കറ്റിൽ തന്നെ കൊടുക്കും. ഫ്രണ്ട് വേണം, ഇപ്പം എല്ലായിടത്തും ഡാഷ് വേണം. ഓക്കെ, ദെൻ ടോപ്പിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ നിങ്ങൾക്ക് ഈ ഒരു അതായത് ഇങ്ങനെയാണ് റെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നിന്നാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഈ ഒരു ബേസാണ് ABCD എടുത്തിരിക്കുന്നത്. വിസിബിൾ ബേസാണ് ABCD എടുത്തിരിക്കുന്നത്. അപ്പോൾ ടോപ്പിൽ അത് വിസിബിൾ ആയിരിക്കില്ല. നമുക്ക് ആ ഒരു ക്വാഡ്രൻ്റ് വെച്ച് പറഞ്ഞാൽ കുറച്ചുകൂടെ ക്ലിയർ ആവുമായിരിക്കാം. കാരണം ഇതാണ് ക്വാഡ്രൻ്റ് സിസ്റ്റം. HP ഇതാണ്, VP ഇതാണെങ്കിൽ ഇപ്പം ഇങ്ങനെയാണ് പൊസിഷൻ. അതായത് ഈ പൊസിഷനിലാണ് സോൾഡ് ഇരിക്കുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം HP ആണിത്, ഇതാണ് വെർട്ടിക്കൽ പ്ലെയിൻ അല്ലെങ്കിൽ VP. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സോൾഡാണ്. ഈ സോൾഡിൻ്റെ ഫ്രണ്ട് വ്യൂവിൽ നമ്മൾ വിസിബിൾ ആയിട്ടത് ഈ ഒരു പോർഷൻ അല്ലെങ്കിൽ ബേസാണ് വിസിബിൾ. അപ്പോൾ ABCD വിസിബിളാണ്, PQRS വിസിബിൾ അല്ലാതെ എടുത്തു. അപ്പം നേരെ താഴെ റൊട്ടേറ്റ് ചെയ്ത് താഴേക്ക് വരാൻ എടുത്ത് PQRS ആയിരിക്കും മുകളിൽ നിൽക്കുക, ABCD താഴോട്ട് നിൽക്കുക. ഇപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് A B C D E F എന്നുള്ള രീതിയിൽ പോവും. അതായത് ഇങ്ങനെയായിരുന്നു സോൾഡ്. ഇവിടെ ABCD ഇങ്ങനെയാണ് പേര് കൊടുത്തത്. ഓക്കെ, അപ്പം ടോപ്പിൽ വരുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ C അല്ല E ആണ് ബ്രാക്കറ്റ് വരുന്നത്. കാരണം മുകളിൽ നോക്കുകയാണ്. ഇപ്പോൾ Bയും C നിയറാണ്. Bയും C വിസിബിൾ ആയിരിക്കും, ഈ രണ്ടും വിസിബിൾ ആയിരിക്കില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ വരും. പിന്നെ നെയിമിങ്ങിന് കൺഫ്യൂഷൻ വേണ്ടെന്ന് ഓർത്തിട്ടാണ് സ്കിപ്പ് ചെയ്യാന്ന് ചോദിച്ചത്. ഓക്കെ, ഇപ്പോൾ ഇത്രയാണ് നെയിമിങ്. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ അല്ലെങ്കിൽ ഓർത്തോഗ്രാഫിക് വ്യൂസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരച്ച് കംപ്ലീറ്റ് ചെയ്തു. ദെൻ നമുക്ക് ഇതിൻ്റെ കൺവേർഷനാണ് വേണ്ടത്. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് ഐസോമെട്രിക് പ്രൊജക്ഷനാണ്. അപ്പോൾ നമുക്കറിയാം ട്രൂ ലെങ്തിനെ ചേഞ്ച് ചെയ്ത് 0.816 ടൈംസ് ട്രൂ ലെങ്ത് ആക്കണം. ഐസോമെട്രിക് പ്രൊജക്ഷനാണ്. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞതാണ്, ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ എല്ലാ ഡയമെൻഷൻസും നമുക്ക് സ്കെയിൽ ചെയ്ത് അല്ലെങ്കിൽ ഐസോമെട്രിക് ലെങ്തിലേക്ക് കൺവേർട്ട് ചെയ്ത് മാത്രമേ വരയ്ക്കാൻ പറ്റൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കൺസ്ട്രക്ഷൻ ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഓരോ ഡയമെൻഷൻ എടുത്ത് 0.816 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്നിട്ടത് മാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഈ ഓരോ ഡയമെൻഷനും എടുക്കേണ്ടി വരും. അപ്പോൾ അതിന് പകരം നമ്മൾ ചെയ്യുന്നത് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. ലൈൻ്റെ ലെങ്ത് ഒന്നും സ്പെസിഫൈഡ് അല്ല. നിങ്ങൾക്ക് വേണ്ട ഡയമെൻഷൻ, അതായത് ഇവിടെ ഏറ്റവും വലിയ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റ് ആയിരിക്കും. ഐസോമെട്രിക് ലെങ്തിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഈ ഹൈറ്റിൻ്റെ അത്ര ലെങ്തുള്ള ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാം. അത്ര തന്നെ വരയ്ക്കണമെന്നില്ല, അതിൽ കൂടിയാൽ പ്രശ്നമില്ല, കുറയാതിരിക്കുന്നതാണ് നല്ലത്. ഹൈറ്റ് നമുക്കറിയാം 70 mm ആയിരുന്നു ഹൈറ്റ്. 70 mm ആണ് നമുക്ക് വേണ്ടി വരുന്ന മാക്സിമം ഡയമെൻഷൻ എന്നുള്ള രീതിയിൽ 70 mm ഒരു ബേസ് വരച്ചു. അത് പറഞ്ഞത് നിർബന്ധമല്ല 70 mm എടുക്കണം എന്നുള്ളത്. അതിൽ കൂടുതൽ എത്ര വേണേലും എടുക്കാം, കുറയരുത്. അതായത് മാക്സിമം ഡയമെൻഷനേക്കാളും കൂടുതലോ അല്ലെങ്കിൽ മാക്സിമം ഡയമെൻഷനോ ആയിരിക്കണം. ദെൻ നമ്മളൊരു കൺസ്ട്രക്ഷൻ നടത്തും. അതിന് ഐസോമെട്രിക് ട്രയാങ്കിൾ എന്ന് പറയും.
അതെങ്ങനെ വരയ്ക്കുന്നത് നോക്കാം. ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. ദെൻ ഒരു സൈഡിൽ നിന്ന് ഒരു 15 ഡിഗ്രി മാർക്ക് ചെയ്യാം. ഈ സൈഡിൽ നമ്മൾ 15 ഡിഗ്രി ഒരു ലൈൻ മാർക്ക് ചെയ്യുന്നു. ദെൻ ഓപ്പോസിറ്റ് കോർണറിൽ നിന്ന് 45 ഡിഗ്രി മാർക്ക് ചെയ്യാം. 30, 40, 45. ഓക്കെ, ഒരു സൈഡിൽ നിന്ന് 15, അപ്പുറത്തെ സൈഡിൽ നിന്ന് 45. അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടി. ഈ ട്രയാങ്കിളിനെയാണ് ഐസോമെട്രിക് ട്രയാങ്കിൾ എന്ന് പറയാം. ഇതിൻ്റെ ആംഗിൾ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി റെപ്രസെൻറ്റ് ചെയ്യാം. 15 ഡിഗ്രിയാണ്, ഇതെന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. ഓക്കെ, ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. മാക്സിമം ഡയമെൻഷനോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഡയമെൻഷൻ്റെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ. ദെൻ വൺ സൈഡിൽ നിന്ന് 15 ഡിഗ്രി, അതർ സൈഡിൽ നിന്ന് 45 ഡിഗ്രി. ഇതാണ് ഐസോമെട്രിക് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം ഈ ഒരു ട്രയാങ്കിൾ വെച്ചിട്ട് നമ്മൾ വേണ്ട ലെങ്തിനെയെല്ലാം കൺവേർട്ട് ചെയ്ത് അതിൻ്റെ ഐസോമെട്രിക് ലെങ്തിലേക്ക് മാറ്റും. ഇവിടെ താഴത്തെ ലൈൻ നമ്മൾ ട്രൂ ലെങ്ത് ആയിട്ടും മുകളിലത്തെ ലെങ്തിനെ നമ്മൾ ഐസോമെട്രിക് ലെങ്ത് എന്നും പറയും. എന്തുകൊണ്ടാണെന്ന് പറയാം. അപ്പോൾ നമുക്കൊരു ലൈനിൻ്റെ ഐസോമെട്രിക് ലെങ്ത് വേണം, അല്ലെങ്കിൽ ഒരു ലൈനെ ഇൻറ്റു 0.816 ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് പകരം, അല്ലെങ്കിൽ അത് നമുക്ക് കാൽക്കുലേറ്ററിൽ ചെയ്യുന്നതിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ എനിക്ക് വേണ്ടത് ഇപ്പം ഈ ഒരു ലെങ്താണ് ബേസ് ലെങ്ത്, നമുക്കറിയാം 30 mm ആയിരുന്നു. ഓക്കെ, ഇതിൻ്റെ ഐസോമെട്രിക് ലെങ്ത് വേണമെങ്കിൽ എക്സാമ്പിൾ പറയുന്നതാണ്. നമ്മൾ ചെയ്യുന്നത് താഴത്തെ ട്രൂ ലെങ്ത് ലൈനിൽ ആ ലെങ്ത് മാർക്ക് ചെയ്യുക. 30 mm എന്നുള്ള ലെങ്ത് നമ്മൾ ട്രൂ ലെങ്ത് എന്തിൻ്റെയാണോ ഐസോമെട്രിക് ലെങ്ത് വേണ്ടത് അത് ട്രൂ ലെങ്ത് ലൈനിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, അതായത് 45 ഡിഗ്രി ക്ലോസിങ് ലൈൻ, ആ ക്ലോസിങ് ലൈന് പാരലായിട്ട് ഇവിടുന്ന് മുകളിലേക്ക് ജോയിൻ ചെയ്യാം. അതായത് ഈ ലൈന് പാരലായിട്ട് വേണം മൂവ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് സെറ്റ് സ്ക്വയറും സ്കെയിലും ഉപയോഗിച്ചൊക്കെ പാരൽ ലൈൻസ് വരയ്ക്കാൻ നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ മൂവ് ചെയ്ത് വരച്ചാൽ കറക്റ്റ് ആയിരിക്കും. കാരണം ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ പാരലല്ലാതാവും. ഓക്കെ, അതുകൊണ്ട് എപ്പോഴും സെറ്റ് സ്ക്വയറും സ്കെയിലും ഉപയോഗിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ആ രീതിയിൽ പാരലായിട്ട് തന്നെ വരച്ച് പോകുമ്പോൾ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് നമുക്കിപ്പോൾ 30 ഡിഗ്രീൻ്റെ ആണ് 30 mm ആണ് വേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു ലെങ്ത് ബേസിൻ്റെ ലെങ്ത് ആണ് വേണ്ടെങ്കിൽ ആ ലെങ്ത് നമ്മൾ താഴത്തെ ലൈനിൽ മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ ക്ലോസിങ് ലൈന് പാരലായിട്ട് ഇവിടെ ലൈൻ വരച്ചു. എന്നിട്ട് ഈ കിട്ടുന്ന ലെങ്ത്, അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് ആയിരിക്കും 30യുടെ ഐസോമെട്രിക് ലെങ്ത് എന്ന് പറയുന്നത്. അതായത് 0.816 × 30 mm ആ വാല്യൂ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുക. നമുക്ക് 0.816 മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം ഐസോമെട്രിക് ട്രയാങ്കിൾ ഉപയോഗിച്ചിട്ട് ഓരോ ലെങ്ത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് മൈൻഡിൽ കീപ്പ് ചെയ്യാൻ നമുക്ക് പ്രോബ്ലം ചെയ്യും. അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുമ്പോൾ കുറച്ച് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ ബോക്സ് മെത്തഡാണ് ഫോളോ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിലെ പോലെ ഈ ഒരു സോളിനെ നമ്മൾ നേരെ ഒരു ബോക്സിലേക്ക് മാറ്റുകയാണ്. ഓക്കെ, ഇവിടെ നമ്മളൊരു ബോക്സ് വരച്ചു. പ്രീവിയസ് കേസ് പോലെ തന്നെ 1, 2, 3, 4 എന്ന ബോക്സിനെ നെയിം ചെയ്യുകയും ചെയ്തു. ഓക്കെ, ഇനിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമുക്കറിയാം പൊസിഷൻ ഇങ്ങനെയാണ്, അതായത് ഇത് ഗ്രൗണ്ടാണ്, ഈ പേപ്പർ ഇരിക്കുന്ന പ്ലെയിൻ ഗ്രൗണ്ട് ആണെങ്കിൽ ഇതാണ് പൊസിഷൻ. അപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്ന 1, 2, 2, 3, 3, 4, 4, 1 4 ലൈൻസ് ഉണ്ട്. ഈ 4 ലൈൻസിൽ ഏതൊക്കെയാണ് ഹൊറിസോണ്ടൽ ഏതൊക്കെയാണ് വെർട്ടിക്കലിന് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് ഇവിടെ നോക്കും 1, 2 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വരച്ചിരിക്കുന്ന ലൈനാണ് 1, 2. ഇത് ഹൊറിസോണ്ടലാണ്, അതോട്ടൊന്നും വരാൻ സാധ്യതയില്ല. നെക്സ്റ്റ് 2, 3 എന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈനാണ്. ഇത് വെർട്ടിക്കൽ ലൈനാണ്. ഇവിടെ നോക്കി നമുക്ക് മനസ്സിലാവും വെർട്ടിക്കലാണ് ലൈൻ ഇരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതോടെ ചിന്തിക്കുക, ഇങ്ങനെയാണ് സോൾഡ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഹൊറിസോണ്ടലാണ്, ഇവിടെ എൻക്ലോസ് ചെയ്യുന്ന ഹൊറിസോണ്ടലാണ്, ഇവിടെ വെർട്ടിക്കലാവും. ദെൻ മുകളിലെ ഹൊറിസോണ്ടൽ, ഇത് വെർട്ടിക്കൽ. അങ്ങനെ വരുമ്പോൾ 1, 2, 4, 3 അല്ലെ 3, 4 ഹൊറിസോണ്ടൽ ലൈൻസ് ആണ്, 2, 3, 1, 4 വെർട്ടിക്കൽ ലൈൻസ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് വേണം വരയ്ക്കാൻ. ഫസ്റ്റ് നമുക്കിപ്പം നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു പോയിന്റ്, ഒരു റെഫറൻസ് ലൈൻ വരയ്ക്കാം. ഓക്കെ, റെഫറൻസ് ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ഈ പേരൊന്നും അവിടെ കൊടുക്കുന്നില്ല. അപ്പോൾ അത് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി പേരൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ പേരിൻ്റെ ഒന്നും സിഗ്നിഫിക്കൻസ് വരുന്നില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ പേര് വേണമെങ്കിൽ കൊടുക്കാൻ സിമ്പിളാണ്. ഇനി നമ്മൾ ഒരു റെഫറൻസ് ലൈൻ വരച്ചു. ദെൻ നമ്മൾ നോക്കും 1, 2 എന്നുള്ള ലൈൻ ഹൊറിസോണ്ടൽ ലൈനാണ്. അപ്പോൾ 1 നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് എടുത്തിട്ട് ഞാൻ 1 മാർക്ക് ചെയ്തു. ഓക്കെ, 1, 2 എന്നുള്ള ലൈൻ ഹൊറിസോണ്ടൽ ലൈനാണ്. അങ്ങനെയാണെങ്കിൽ എന്താണോ എന്ന് പറഞ്ഞിരിക്കുന്നത് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണോ. ഞാൻ എന്ത് ചെയ്യാം,
1 2 എന്നുള്ള ലൈൻ ഹൊറിസോണ്ടൽ ആയതുകൊണ്ട് 30 ഡിഗ്രി ലൈൻ വരച്ചു. എന്നിട്ട് അതിൽ 1 2 മാർക്ക് ചെയ്യണം. 1 2 മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 1 2ൻ്റെ ലെങ്ത് കോമ്പസിൽ എടുക്കുക. 1 തൊട്ട് 2 ലെങ്ത് കോമ്പസിൽ എടുത്തു. ഇത് ഡയറക്റ്റ്ലി എടുത്ത് മാർക്ക് ചെയ്യാൻ പാടില്ല. കാരണം 1 2ൻ്റെ ഐസോമെട്രിക് ലെങ്ത് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 1 2 എന്നുള്ള ലെങ്ത് താഴത്തെ ട്രൂ ലെങ്ത് ലൈനിൽ മാർക്ക് ചെയ്യണം. 1 2 എന്നുള്ള ലെങ്ത് ട്രൂ ലെങ്ത് ലൈനിൽ മാർക്ക് ചെയ്തു. എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ ഇതിന് പാരലായിട്ട് ക്രോസിങ് ലൈൻ വരയ്ക്കണം. ഓക്കെ, ഇവിടെയാണ് വന്ന് എൻഡ് ചെയ്ത്. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് ആണ് 1 2ൻ്റെ ഡിസ്റ്റൻസ്. ഇതാണ് നമ്മളിപ്പോൾ എടുത്ത ഡിസ്റ്റൻസ് 1 2 എന്നുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഈ മുകളിൽ കിട്ടുന്ന അതിൻ്റെ ഐസോമെട്രിക് ലെങ്ത് ആയിരിക്കും. പക്ഷെ നമ്മളെപ്പോഴും വരയ്ക്കുമ്പം 1 2ൻ്റെ ലെങ്തിന് പകരം ഈ ഒരു ലെങ്ത് എടുക്കണം. അതായത് 1 2ൻ്റെ ഐസോമെട്രിക് ലെങ്ത് ആയിട്ടുള്ള ഈ ഒരു ലെങ്ത് എടുത്ത് വേണം വരയ്ക്കണം. അത് എപ്പോഴും ശ്രദ്ധിക്കുക. എന്ത് ഡയമെൻഷൻ എടുത്താലും അതിൻ്റെ ഐസോമെട്രിക് ലെങ്ത് മാത്രമേ എടുക്കാവുള്ളൂ. ഓക്കെ, 1 2ൻ്റെ ഐസോമെട്രിക് ലെങ്ത് എടുത്തു. ആ കിട്ടിയ പോയിൻ്റാണ് 2. ദെൻ നമ്മൾ നോക്കുമ്പോഴത്തേക്കും 1 4 എന്നുള്ളതിന് വെർട്ടിക്കലാണെന്ന് പറഞ്ഞു. 2 3 വെർട്ടിക്കലാണ്. വെർട്ടിക്കൽ ലൈൻസൊക്കെ എങ്ങനെ വേണമെന്ന് പറഞ്ഞേ? വെർട്ടിക്കലായിട്ട് തന്നെ വേണം. ഓക്കെ, വെർട്ടിക്കൽ ലൈൻസ് വെർട്ടിക്കലായിട്ട് വേണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് 1 കൂടെയും 2 കൂടെയും 2 വെർട്ടിക്കൽ ലൈൻസ് വരച്ചിടാം. ഓക്കെ, ദെൻ അതിൻ്റെ ലെങ്ത് ഇവിടെ അതുപോലെ 1 4 അല്ലെങ്കിൽ 2 3 വെർട്ടിക്കലാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലെങ്ത് എടുക്കണം. അതിനെയും കൺവേർട്ട് ചെയ്തിട്ട് വേണം ഐസോമെട്രിക് പ്രൊജക്ഷനിൽ എന്ത് ചെറിയ ലെങ്ത് എടുത്താൽ പോലും അതിനെ കൺവേർട്ട് ചെയ്തിട്ട് വേണം എടുക്കാൻ. ഓക്കെ, അപ്പോൾ 2 3യുടെ ലെങ്ത് കോമ്പസിൽ എടുക്കാം. നേരത്തെ ചെയ്ത് അതേ സ്റ്റെപ്പ് ചെയ്യാം. ഐസോമെട്രിക് ട്രയാങ്കിളിലെ താഴത്തെ ട്രൂ ലെങ്ത് ലൈനിൽ മാർക്ക് ചെയ്യാം. അവിടുന്ന് മുകളിലേക്ക് ക്ലോസിങ് ലൈൻ വരയ്ക്കുക. എപ്പോഴും ഐസോമെട്രിക് പ്രൊജക്ഷൻ ചോദിക്കുമ്പോൾ ഈ ഒരു കൺസ്ട്രക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അറൗണ്ട് ഒരു 3 മാർക്സ് നമ്മൾ ക്വസ്റ്റ്യൻസ് ആൻസർ സ്കീം വരുമ്പോഴത്തേക്ക് ഒരു 3 മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷനൊക്കെ വരാറുണ്ട്. ഐസോമെട്രിക് സ്കെയിൽ കൺസ്ട്രക്ഷന്, അല്ലെങ്കിൽ ഐസോമെട്രിക് ട്രയാങ്കിൾ കൺസ്ട്രക്ഷന് ഐസോമെട്രിക് സ്കെയിൽ കൺസ്ട്രക്ഷൻ എന്ന് പറയും. ഓക്കെ, അപ്പം ഇനി ഈ ഒരു ലെങ്ത് എടുത്ത് വേണം 1 4ഉം 2 3യും മാർക്ക് ചെയ്യാം. ഓക്കെ, 1 4 മാർക്ക് ചെയ്തു, 3 മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ബോക്സ് കംപ്ലീറ്റ് ആയി. 1 2 3 4 എന്നുള്ള ബോക്സ്. ഓക്കെ, ഇപ്പോൾ പ്രീവിയസ് ബോക്സും ഈ ബോക്സും ശ്രദ്ധിക്കുക, രണ്ടും ഡിഫറൻ്റ് ആണ്. ആ ഒരു ഡിഫറൻസ് മനസ്സിലായി കാണണം. ഓക്കെ, ഇപ്പോൾ 1 2 3 4 ഇത് 30 ഡിഗ്രിയാണ്. മറ്റേ വെർട്ടിക്കൽ ലൈനാണ് നമ്മൾ 90 ഡിഗ്രി എടുത്ത് വരച്ചു. ഓക്കെ, ദെൻ കമ്മിങ് ബാക്ക് ടു അതർ ലൈൻസ്. പിന്നെ വരുന്ന ലൈൻസ് ഏതൊക്കെ? ഇവിടെ നോക്കുകയാണെങ്കിൽ AP എന്നുള്ള ലൈൻ. അതിന് മുമ്പ് എയും ബിയും നമുക്ക് ലൊക്കേറ്റ് ചെയ്യാം. അതെ, ലൊക്കേറ്റ് ചെയ്യുന്നതിന് മുമ്പ് മുമ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ 1 2 ഈ ലൈൻസൊക്കെ എങ്ങനെ നോക്കുക. ഇവിടെ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. ആക്സിസ് ഇവിടെ ഹൊറിസോണ്ടൽ ലൈനാണ്. അതുപോലെ ഈ ലൈൻസ് എല്ലാം എന്തൊക്കെയാണ്? ഈ ലോങ് ലൈൻസ് അല്ലെങ്കിൽ ലോങ് എഡ്ജസ് എന്ന് പറഞ്ഞ എല്ലാം ഹൊറിസോണ്ടൽ ലൈൻസ് ആണ്. അപ്പോൾ ഈ ലൈൻസ് എല്ലാം 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് വേണം വരയ്ക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ നമ്മളൊരു ബോക്സ് കൺസ്ട്രക്ട് ചെയ്തു. ഇവിടുന്ന് ഈ ഒരു ലെങ്ത് നമുക്കറിയാം 70 mm ആണ്. അതിൻ്റെ ഐസോമെട്രിക് ലെങ്ത് എടുത്തിട്ട് ഇവിടുന്ന് 30 ഡിഗ്രി എടുത്ത് അടുത്ത ബോക്സ് കൺസ്ട്രക്റ്റ് ചെയ്യാം. ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് പോയിന്റ്സ് ലൊക്കേറ്റ് ചെയ്തിട്ട് ആ പോയിന്റ്സിൽ നിന്നെല്ലാം 30 ഡിഗ്രി ലൈൻസ് എടുത്ത് വരച്ചാൽ കറസ്പോണ്ടിങ് നെക്സ്റ്റ് പോയിന്റ് വേണമെങ്കിലും കിട്ടും. നമുക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്തായാലും നമുക്ക് വേണമെങ്കിൽ 2 ബോക്സ് വരച്ച്, ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് 2 ബോക്സ് വരച്ച് തന്നെ ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് ടോട്ടൽ ലെങ്ത്. 70 mm ടോട്ടൽ ലെങ്ത് 70 ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ലെങ്ത് തന്നെയാണ് 70യുടെ ഐസോമെട്രിക് ലെങ്ത്. ഈ ലെങ്ത് എടുത്ത് നമുക്ക് ആക്സിസും കറസ്പോണ്ടിങ് ബോക്സിൻ്റെ ആ ഒരു ലെങ്തും മാർക്ക് ചെയ്യാം. അതായത് ഈ ലെങ്ത് ബോക്സിൻ്റെ ഇങ്ങോട്ട് ഈ ഡയറക്ഷനിലും ആ ഡയറക്ഷനിലും ഏത് ഡയറക്ഷനിലും ഇവിടെ എടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടേക്ക് 30 ഡിഗ്രി എടുത്തുകൊണ്ട് ആ ഡയറക്ഷനിൽ തന്നെ അടുത്തത് എടുക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഡയറക്ഷനിലോട്ട് വേണമെങ്കിലും എടുക്കാം. ഇപ്പോഴത്തെ ഡയറക്ഷനിൽ എടുക്കുകയാണെങ്കിൽ ഓവർലാപ്പ് ചെയ്ത് പോവും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സ്പേസ് കൺസ്ട്രെയിൻ കാരണം നമുക്ക് ഈ ഡയറക്ഷനിലൊക്കെ എന്തായാലും എടുക്കണം. പക്ഷേ എടുക്കുമ്പോൾ ഈ ഒരു ഫിഗർ ഓവർലാപ്പ് ചെയ്ത് പോവും. പക്ഷേ തൽക്കാലം വേറെ വഴിയില്ല ഈ ഡയറക്ഷൻ എടുക്കാതെ. ഇപ്പോഴത്തെ ഡയറക്ഷൻ എടുത്താൽ കറക്റ്റ് ആവത്തില്ല. കാരണം 30 ഡിഗ്രി എടുത്താൽ ശരിയാവില്ല. ഈ ഡയറക്ഷനിലേക്ക് തന്നെ 30 ഡിഗ്രി എടുക്കേണ്ടി വരും. ഓക്കെ, എന്തായാലും നമുക്ക് ഓവർലാപ്പ് ചെയ്താലും ഈ ഡയറക്ഷനിലേക്ക് തന്നെ 30 ഡിഗ്രി എടുക്കുക. അപ്പോൾ അടുത്ത് നോക്കുന്ന ലൈൻ എന്ന് പറഞ്ഞാൽ
ഈ ബോക്സിൻ്റെ ഈ ലൈൻ, അതായത് ഇവിടെ എ പി ഉണ്ട്. ഇപ്പോൾ ഏകദേശം എ വരുന്നത് ഇവിടെ ആയിരിക്കും എ വരിക. അപ്പോൾ എ പി എന്നുള്ള ലൈൻ ഇങ്ങനെ 30 ഡിഗ്രി വേണം. ഓക്കെ, അപ്പം ഫസ്റ്റ് ബോക്സ് വരച്ച് ഇനി ആ ബോക്സിൻ്റെ ലെങ്ത്, അതായത് ഇപ്പോൾ നമ്മളിത് ബോക്സിലാക്കി. ഇപ്പോൾ ബോക്സിനെ രണ്ട് എൻഡിനും ജോയിൻ ചെയ്യുന്ന ലൈൻ എടുത്ത് ഹൊറിസോണ്ടൽ ലൈൻസ് ആയിരിക്കും. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് വരയ്ക്കുകയാണ് ചെയ്തത്. ഇവിടെ ഒരു ലൈൻ വരച്ചു, ഇവിടെ ഒരു ലൈൻ വെച്ചിട്ട് ബോക്സ് വരച്ചു. ഇനി ഈ രണ്ട് ലൈൻസിനും ജോയിൻ ചെയ്യുന്ന ലൈൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലൈൻ വെച്ചിട്ടാണ് ഈ രണ്ട് ലൈനും ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ ലൈൻ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടലാണ്. ആ ലൈൻ 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആക്കി വേണം വരയ്ക്കാൻ. അപ്പോൾ അടുത്ത ബോക്സ് വരയ്ക്കുമ്പോൾ ഇവിടെ നിന്നെല്ലാം 30 ഡിഗ്രി ലൈൻസ് എടുക്കുക. അതായത് 1 നിന്ന് 30 ഡിഗ്രി എടുത്താൽ അടുത്ത ബോക്സിന് 1 എന്നുള്ളൊരു പോർഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഓവർലാപ്പ് ചെയ്താണ് പോകുന്നത്, അങ്ങനെ പോകാൻ പാടില്ല. ഇത് നമ്മൾ കുറച്ചുകൂടി ഇങ്ങോട്ട് നീക്കി വരച്ചാൽ കറക്റ്റായാണ്, നമ്മൾ ശ്രദ്ധിക്കാഞ്ഞുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ലെങ്ത് എടുത്തു. അങ്ങനെ ഇനി പാരലായിട്ട് ഫുൾ ബോക്സിന് 4 പോയിൻറ്റ്സിന് നമുക്ക് മാർക്ക് ചെയ്യാം. ഞാൻ തിരിച്ച് വരയ്ക്കാന്നുള്ള രീതിയിലാണ് ഇങ്ങനെ എടുത്തത്. പക്ഷെ അത് നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം എടുക്കാൻ, അല്ലെങ്കിൽ ഇതുപോലെ കയറിപ്പോവും. എക്സാമിന് മുമ്പ് തന്നെ റബ്ബ് ചെയ്താൽ മതി. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ ലൈൻസ് എക്സ്റ്റെൻഡ് ചെയ്തു. നമുക്ക് അതിൻ്റെ ലെങ്ത് നമുക്കറിയാം. നമ്മൾ നേരത്തെ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 70 ഐസോമെട്രിക് ലെങ്താണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം 1 തൊട്ട് അപ്പുറത്തെ ബോക്സിലുള്ള ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് ആയിരിക്കും. അതുപോലെ എല്ലാ പോയിൻറ്റ്സിൽ നിന്നും ആ ലെങ്ത് മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പം 4 പോയിൻറ്റ്സ് കിട്ടി. ഓക്കെ, അപ്പം ബാക്കിലെ അടുത്ത ബോക്സും കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഓക്കെ, ഇത് ഓവർലാപ്പ് ചെയ്ത് പോയതുകൊണ്ട് കുറച്ചുകൂടെ ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ 2 ബോക്സാണ് നമുക്കുള്ളത്. ഇവിടെ 1 2 3 4 കിട്ടി. നമ്മൾ നിയമം ചെയ്തിട്ടില്ല, അതുകൊണ്ട് 1 2 3 4 തന്നെ കൊടുക്കാം, പ്രശ്നമില്ല. ഓക്കെ, ഇപ്പോൾ 2 ബോക്സ് കിട്ടി. 1 2 3 4, ഇവിടെ 1 2 3 4. ഇനി നമുക്ക് ഓരോ പോയിൻറ്റ്സ് അതിൽ ലൊക്കേറ്റ് ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇനി ചെയ്യേണ്ടത്. ഓക്കെ, ഇനി 1 2 3 4 എന്ന് പറയുമ്പോൾ 1 2 വരുന്ന പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ABCD PQRC ഏത് ബേസ് കൊണ്ട് എടുക്കാം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നെയിം ചെയ്യേണ്ട കാര്യമില്ല, നെയിം ചെയ്യാതെ തന്നെ വിടാം. ഓക്കെ, അപ്പോൾ 1 2 വരുന്നത് ഈ ഒരു ലെങ്ത്. ഞാൻ പറഞ്ഞു ഏതൊരു ചെറിയ ലെങ്ത് എടുത്താലും അതിൻ്റെ ഐസോമെട്രിക് ലെങ്ത് എടുക്കണം. ഇവിടെ നമ്മൾ U അല്ലെങ്കിൽ F ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ചെറിയ ലെങ്ത് ഉണ്ട്, ആ ലെങ്ത് എടുക്കണം. ആ ലെങ്ത് കോമ്പസിൽ എടുക്കണം. എന്നിട്ട് ഈ ചെയ്ത സ്റ്റെപ്പ് അതുപോലെ അവിടെ ചെയ്യണം. ഇവിടെ കട്ട് ചെയ്യണം. എന്നിട്ട് ഇവിടുന്ന് ക്ലോസിങ് ലൈൻ വരയ്ക്കണം പാരലായിട്ട്. ഓക്കെ, ഇനി ഈ ഒരു ലെങ്ത് ആയിരിക്കും നമ്മൾ എടുക്കേണ്ട ലെങ്ത്. ഇത് ചെറിയ ഡയമെൻഷനാണ്, ഞാൻ വീണ്ടും പറയാണ്, ചെറിയ ഡയമെൻഷനാണെങ്കിൽ അങ്ങനെ തന്നെ എടുത്ത് പോകണം, അല്ലെങ്കിൽ തെറ്റിപ്പോവും. ഓക്കെ, അപ്പം ഇവിടെ ആ ലെങ്ത് മാർക്ക് ചെയ്ത് നമുക്കറിയാം. മുകളിലും ആ ലെങ്ത് ആയിരിക്കും വരിക. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ നോക്കിയാണ്, സെയിം ക്വസ്റ്റ്യൻ ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിലും. നമുക്ക് ഇവിടെ എല്ലാം സെയിം ലെങ്താണ് കിട്ടിയത്. ഇപ്പോൾ നമുക്ക് ആ പോയിൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്ത് പോവാം. അതുപോലെ തന്നെ ഇവിടെയും സെയിം ആയിരിക്കും വരിക. ഐസോമെട്രിക് ലെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ കറസ്പോണ്ടിങ് എല്ലാ പോയിൻറ്റ്സും ലൊക്കേറ്റ് ചെയ്ത് പോവുക, അതായിരിക്കും എളുപ്പം. ഓക്കെ, അപ്പോൾ പോയിൻറ്റ്സ് കിട്ടി. നമുക്ക് പോയിൻറ്റ്സ് ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ദെൻ നമുക്ക് വേണ്ടത് ഒരു ഡയമെൻഷൻ എടുത്താൽ മതി. 1 തൊട്ട് P വരെയുള്ള അല്ലെങ്കിൽ A വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ് എടുക്കുക. ആ ഒരു ഡിസ്റ്റൻസിൻ്റെ ഐസോമെട്രിക് ലെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ റെഡ്യൂസ്ഡ് ലെങ്ത് അല്ലെങ്കിൽ ഐസോമെട്രിക് ലെങ്ത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. അതായിരിക്കും ഈ ഒരു ഹൈറ്റിൽ വരിക. ഓക്കെ, അപ്പോൾ അടുത്ത 4 പോയിൻറ്റ്സ് ഇവിടെ കിട്ടി. അപ്പോൾ നമുക്ക് വേണ്ട എല്ലാ പോയിൻറ്റ്സും നമുക്ക് കിട്ടി. നമ്മൾ ഓവർലാപ്പ് ചെയ്ത് പോയെന്നും പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കിയത്, കാരണം അപ്പുറത്തെ സൈഡിലേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഡിഫിക്കൽട്ടാണ്. അല്ലെങ്കിൽ ഇത് ബേസ് ചെയ്ത് തിരിച്ചെടുക്കണമായിരുന്നു. എന്തായാലും കുഴപ്പമില്ല. എക്സാമിന് വരയ്ക്കുമ്പം
കുറച്ച് അവെയർ ആയിരുന്നാൽ മതി. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നെയിം ചെയ്യാം, ഇല്ലെങ്കിൽ നെയിം ചെയ്യാതെ വിടാം. നെയിം ചെയ്യുകയാണെങ്കിൽ 1 2 ഇടയ്ക്ക് വരുന്നത് ABC എന്നുള്ള ബേസ്, ഇവിടുത്തെ ബേസ് വിസിബിൾ ആക്കി എടുക്കുകയാണ്. ഇത് വേണമെങ്കിലും എടുക്കാം. ഇവിടെ ഞാൻ ABCD എന്നുള്ള ബേസ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്യാപിറ്റൽ A വരും, മുകളിലേക്കാണ് എടുത്തപ്പോൾ BCDEF വരും. ദെൻ അതുപോലെ ഇവിടെ PQRST ഞാൻ നെയിം ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം ഈ ബേസ് വിസിബിൾ ആക്കി എടുക്കുന്ന കാരണം നമുക്ക് ഡാർക്കായിട്ട് തന്നെ ആ ബേസ് ജോയിൻ ചെയ്യാം. ABCDEF. ഓക്കെ, ആ ഒരു ഹെക്സാഗൺ കംപ്ലീറ്റ് ആയി. ദെൻ നമുക്ക് എയുടെ നേരെ വരുന്നത് P ആയിരിക്കും. നെയിം കൊടുക്കുന്നില്ല. ഓക്കെ, ഇവിടെ ഇതല്ല, P വരച്ച് തെറ്റിപ്പോയി. ഇതല്ല P, ഇവിടെയാണ് P വരിക. നെയിം കൊടുക്കാത്തപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം, കാരണം ഇവിടെയാണ്, ഇതാണ് P. ഓക്കെ, അപ്പം P വരച്ചു. ഇത് താഴത്തെ പോയിന്റ് ആയിരുന്നു. ഓക്കെ, എനിവേ ഇതും വിസിബിൾ ആയിരിക്കും. നമ്മൾ ഔട്ടറുള്ള പോയിന്റ്സ് മാത്രമാണ് ഇപ്പോൾ വരയ്ക്കുന്നത്. ഇത്രയാണ് ഔട്ട് ലൈൻസിൽ വരുന്നത്. പിന്നെ ഈ ഒരു ലൈനുകൾ വരും. ഓക്കെ, ഇത്ര വരയ്ക്കുമ്പോൾ ഔട്ട് ലൈൻ കംപ്ലീറ്റ്. ഈ ഒരു ലൈൻ ഇഗ്നോർ ചെയ്യുക, കാരണം ഇത് ഇറർ സംഭവിച്ചതാണ്. കാരണം ഇതാണ് P. ഓക്കെ, ഇനി ബാക്കി ഇവിടുത്തെ ബേസ് എല്ലാം ഡോട്ടഡ് ആക്കി മാർക്ക് ചെയ്യാം. കാരണം ആ ബേസ് വിസിബിൾ ആയിരിക്കില്ല. സോ ആ ബേസിലെ ബാക്കി ലൈൻസ് എല്ലാം നമ്മൾ ഡോട്ടഡ് ആയിട്ട് മാർക്ക് ചെയ്യുന്നു. നമ്മൾ വിസിബിൾ പോയിന്റ്സിനെ ജോയിൻ ചെയ്യുന്ന ലൈൻസും വിസിബിൾ ആക്കി എടുക്കുക. ദെൻ ബാക്കിയെല്ലാം വിസിബിൾ ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ വിസിബിൾ ലൈൻസ് എല്ലാം നമ്മൾ വരച്ചു. ഇനി D. അതും വേറെ ലൈൻ ഏതാ, 4. ഇതെല്ലാം ഡോട്ടഡ് വരയ്ക്കണമെന്നില്ല. ഓക്കെ, ഇത്ര വരയ്ക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആകും. ഇനി പിന്നെ ആക്സിസ് കൂടെ റെപ്രസെൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു ബോക്സിൻ്റെ ഇതെടുത്താൽ ആക്സിസിൻ്റെ പോയിന്റ്സ് നമുക്ക് കിട്ടി. ദെൻ ആക്സിസ് കൂടെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇത് ഓവർലാപ്പ് ചെയ്ത് പോയതുകൊണ്ട് ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. വേണമെങ്കിൽ ഒന്നുകൂടെ വരച്ചിട്ടൊരു ക്ലിയർ ഇമേജ് കൊടുത്തേക്കാം. അപ്പം നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ വരയ്ക്കേണ്ട വന്നത്. അല്ലെങ്കിൽ ഫൈനൽ ഇമേജ് എങ്ങനെ വരും എന്നുള്ളതൊന്ന് കാണിക്കാം. ഓക്കെ, ഇത് സെയിം ആണ്, ഡിഫറൻസ് ഒന്നുമില്ല. ഇവിടേക്ക് 30 ഡിഗ്രി എടുത്തു. ഓക്കെ, ഇപ്പം ഇങ്ങനെയായിരിക്കും ഈ ഒരു റിസൾട്ട് വരിക. ഇങ്ങനത്തെ കേസ് അങ്ങനെ ചോദിച്ച് കാണാറില്ല. ആക്സിസ് ഹൊറിസോണ്ടലായിട്ടുള്ള വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അതുകൊണ്ട് ഇതൊന്ന് ശ്രദ്ധിക്കുക, ഡിഫറൻസ് നോക്കി മനസ്സിലാക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.